കാലിക്കറ്റിൽ ഒരു ബീച്ചിന്റെ അടുത്തായിരുന്നു ഈ ഒരു സംഭവം. ഒരു ഫുഡ് ട്രക്ക് വന്നു കാലിക്കറ്റ് ബീച്ചിൽ 2 വർഷം മുമ്പ്. അപ്പോൾ ഞാൻ ഈ ഒരു കഥ പറയുന്നതിന് മുമ്പ് നിങ്ങളോടൊക്കെ ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ ഡിമാൻഡ് വ്യൂസ് ഇൻട്രസ്റ്റ് എന്നുള്ളൊരു കാര്യം, ആ ഒരു കോൺസെപ്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിന് മുമ്പ് പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എൻ്റെ വീഡിയോസ് ഒക്കെ എന്ന് പറയുമ്പോൾ ഇപ്പം ഞാനിപ്പം റിസർച്ച് ചെയ്ത് സ്റ്റഡി ചെയ്തിട്ട് ഇറക്കുന്ന വീഡിയോസ് ആണ്. അതിന്റെ കൂടെ തന്നെ എൻ്റെ പേഴ്സണൽ ബിസിനസ്സിലുള്ള എക്സ്പീരിയൻസും അതിൽ ഇന്റഗ്രേറ്റ് ചെയ്യും. അതുപോലെ ഞാൻ വായിച്ച ബുക്സ് ഒന്നും ഞാൻ കണ്ട പോഡ്കാസ്റ്റ് ഒന്നും അങ്ങനത്തെ വലിയ വലിയ ആൾക്കാരുടെ അനുഭവങ്ങളും കൂടി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടാണ് ഒരു 3 ലെവലായിട്ടാണ് ഈ കോണ്ടന്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇതൊരു റൈറ്റ് ഓഡിയൻസിൽ എത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒക്കെ വേസ്റ്റ് ഓഫ് ടൈമാണ്. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യണം, ഒന്നുകിൽ നിങ്ങളെ ഈ ഒരു ടോപ്പിക്ക് ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് നിങ്ങളത് ഷെയർ ചെയ്ത് കൊടുക്കണം. അതിന്റെ പുറമെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ ഫുള്ളും കാണണം. അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഇതൊരിക്കലും, അല്ലെങ്കിൽ യൂട്യൂബ് ആണെങ്കിലും ഇൻസ്റ്റാ ആണെങ്കിലും ഇതൊരിക്കലും റെക്കമെൻഡ് ചെയ്യത്തില്ല. അപ്പൊ നമ്മൾ ഈ പ്രിപ്പറേഷൻ ഒക്കെ വേസ്റ്റ് ആയി പോകും. അപ്പോൾ കറക്റ്റ് റൈറ്റ് ഓഡിയൻസിൽ എത്തിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം, ഹെൽപ്പ് ചെയ്യണം. അപ്പം അതുകൊണ്ട് ഞാൻ കഥയിലേക്ക് തിരിച്ചു വരാം. അപ്പം കോഴിക്കോട് 2 വർഷം മുമ്പ് ഒരു ഫുഡ് ട്രക്ക് വന്നിരുന്നു. ആ ഫുഡ് ട്രക്ക് വന്നിട്ട് ആദ്യത്തെ ദിവസം ഇവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തു. ഫ്രീ ആയിട്ട് ഫുഡ് കൊടുത്തു പറഞ്ഞാൽ സ്പെഷ്യൽ ചൈനീസ് കുറെ മോഡൽ ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഫുഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ ആൾക്കാര് തിരക്കായിരുന്നു, ഭയങ്കര ആൾക്കാരായിരുന്നു, 100-200 ആൾക്കാർ അങ്ങനെ ക്യൂ. അങ്ങനെ ഇവരെന്താക്കി, നല്ല ഡിമാൻഡും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് വിചാരിച്ച് ആൾക്കാർക്ക് നല്ല ഇൻട്രസ്റ്റ് ആണ്, നല്ല ടേസ്റ്റ് ആണ്, എല്ലാവരും ഭയങ്കര അഭിപ്രായം. പക്ഷെ രണ്ടാമത്തെ ദിവസം ഇതുപോലെ ഇവർ വന്നു, കാര്യങ്ങൾ വെച്ചു, ഒരു ചെറിയ പേയ്മെന്റ് വെച്ചു. പേയ്മെന്റ് വെച്ച സമയത്ത് ആ 100-200-500 ആൾക്കാർ എന്തായെന്ന് വെച്ചാൽ 10 പേരായിട്ട് ചോദിക്കും. അന്നാകെ ആ ഒരു സമയത്ത് ഒരു 10 പേര് ആകെ അവിടെ ഉള്ളത്. അപ്പൊ ഇതിലുള്ളൊരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ട് നിങ്ങൾ ചോദിക്കും, ഇതിപ്പോ ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ എല്ലാവരും വരും, പൈസ വെക്കുമ്പോൾ ആരും വരില്ല. പക്ഷെ അതിലുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പൊ ബിസിനസ് ചെയ്യുന്ന ഒരാൾക്കറിയാം. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റോ നമ്മളൊരു സംഭവം ഇറക്കുമ്പോൾ എല്ലാവരും അടിപൊളിയാടാ, മാസാടാ, ഉഷാറാടാ, പൊളി, അടിപൊളി, പുതിയ സാധനം ഇങ്ങനെ ഇറക്കുന്നുണ്ട്, അടിപൊളി. പക്ഷെ അറ്റേ പോയിന്റ് ഏതൊരു കസ്റ്റമറും അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയും ആ ഒരു സംഭവത്തിലേക്ക് പൈസ ഇടണം എന്നുണ്ടെങ്കിൽ അവർക്ക് അത് മാത്രം പോരാ. ഇൻട്രസ്റ്റ് കൊണ്ട് ഒരിക്കലും ഈ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയത്തെ ലൈക്സ് കാര്യങ്ങൾ ഇതൊക്കെ കണ്ടിട്ട് നമ്മൾ ഒരിക്കലും നമ്മൾ ബിസിനസ് പച്ച പിടിക്കുന്നോ അല്ലെങ്കിൽ ബിസിനസ് സക്സസ് ആയിന്നോ വിചാരിക്കരുത്. ആദ്യത്തെയും അവസാനത്തെ ആളും നമുക്ക് പൈസ തന്ന് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ പൈസ എത്തുന്നത് വരെ നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല അത് നല്ലൊരു പ്രൊഡക്റ്റ് ആണെന്ന്. കാരണം അവിടെയാണ് ഈ ഒരു വ്യത്യാസം വരുന്നത്. ഇൻട്രസ്റ്റ് എല്ലാവരും കാണിക്കും, അടിപൊളിയാണ്, മാസമാണ്, ഫ്രീ ആയിട്ട് കൊടുത്ത് എല്ലാവരും വാങ്ങും, അതൊക്കെ പറയും. പക്ഷെ ഡിമാൻഡ്, അതായത് അവരൊന്നും നോക്കാതെ പൈസ എടുത്ത് എറിയണം, അല്ലെങ്കിൽ അവരെ നോക്കിയിട്ടാണെങ്കിലും ഇതിന് വേർത്താണ് തോന്നിയിട്ട് അവരെന്ത് ചെയ്യണം, പൈസ എടുത്ത് നിങ്ങൾ മുമ്പിൽ വെക്കണം, എനിക്കിത് വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോഴാണ് എന്ത് ആ ഒരു ഡിമാൻഡ് ഉള്ളത്. അപ്പൊ അത് ആ ഒരു ഇൻട്രസ്റ്റിന്റെയും ഡിമാൻഡിന്റെയും തമ്മിലൊരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ആ ഒരു ഗ്യാപ്പ് കുറെ ബിസിനസ്സുകൾ കൊല്ലുന്നുണ്ട്. കാരണം ഇപ്പൊ ഞാനും ബിസിനസ് തുടങ്ങിയാൽ പറ്റി എന്റെ ആക്സലറേറ്റേഴ്സ്, ഇൻവെസ്റ്റേഴ്സ് അവരൊക്കെ പറഞ്ഞൊരു കാര്യം നല്ല ചീത്ത പറഞ്ഞു. നിങ്ങളൊക്കെ പറയണം, അതായത് ഞാനിങ്ങനെ പറയും, ഇവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ പറഞ്ഞു, അപ്പൊ പറഞ്ഞാൽ അതിലൊന്നും ഒരു കാര്യമില്ല. പറയാൻ എല്ലാവരും പറയും, പക്ഷെ അൾട്ടിമേറ്റ്ലി നമ്മുടെ പ്രൊഡക്റ്റ് അവർ വാങ്ങിക്കുമ്പോഴാണ് എന്ത് നമ്മളിത് ഒരു റിയൽ സക്സസ്ഫുൾ പ്രൊഡക്റ്റ് ആവുന്നത്. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിയ ഡിമാൻഡും ഇൻട്രസ്റ്റും നമ്മളൊരു വ്യത്യാസം നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ.